അപർണയ്ക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. ലാസ്റ്റ് പടം ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു, കിഷ്കിന്ദ കാണ്ഡം. അതിനുശേഷമാണ് രുദ്രം റിലീസ് ആവാൻ വേണ്ടി പോകുന്നത്. സാധാരണ സ്ത്രീകൾക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ള അവസരങ്ങൾ കുറവാണെന്ന് പലപ്പോഴും പല അഭിനേത്രികളും ഒക്കെ ഇന്റർവ്യൂകളിലൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇതിലെ ട്രെയിലർ കാണുമ്പോഴേക്കും ആയോധന വിദ്യയിലായിക്കോട്ടെ എല്ലാത്തിലും വളരെ ശക്തമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുകയാണ്. ഒരു തികച്ചും വ്യത്യസ്തമായിട്ടുള്ള പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ പടത്തിലുണ്ടായിരുന്നു. ഉണ്ട്. എനിക്ക് പൊതുവെ പരാതിയില്ല. എനിക്ക് കിട്ടുന്ന സിനിമകളിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ സിനിമകളും ക്യാരക്ടേഴ്സുമാണ് വരുന്നത്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിൽ ക്യാരക്ടേഴ്സേ പൊതുവെ ഭയങ്കര കുറവാണ്. അപ്പം സ്ക്രീൻ സ്പേസ് നോക്കിയാൽ ഒരുപാടുണ്ട്. പക്ഷെ അതിനെക്കാട്ടിലും ഉപരി ആ ക്യാരക്ടേഴ്സിന് ഭയങ്കര ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. ഈ രണ്ട് ക്യാരക്ടേഴ്സ്, ഇപ്പം എൻ്റെ ക്യാരക്ടറിനാണെങ്കിലും ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. ഈ പറഞ്ഞ മാതിരി നമ്മളുടെ ശരി തെറ്റുകൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെ ന്യായം നമ്മൾ കണ്ടുപിടിക്കുന്ന ആണ്. അപ്പം ആ ഒരു ഷെയ്ഡും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഭയങ്കര രസമായിട്ടാണ് ഈ ക്യാരക്ടർ ത്രൂ ഔട്ട് പോകുന്നത്. പിന്നെ പറഞ്ഞ മാതിരി ഫിസിക്കലി ആണെങ്കിലും ഫൈറ്റ് സീക്വൻസ് എല്ലാം കൊണ്ട് ഭയങ്കരമായിട്ട് എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു രുദ്രം എന്ന് പറയുന്നത്. അപ്പം ഭയങ്കര എൻജോയ് ചെയ്തു. ഭയങ്കര പുതിയ ട്രീറ്റ്മെന്റ് ആണ് സിനിമയുടെ. ഭയങ്കര ഡിഫറൻസ് തോന്നി ചെയ്ത എല്ലാ പടങ്ങളെക്കാട്ടിലും. ഈ ഒരു ആക്ഷൻ സീക്വൻസുകൾ എനിക്കൊന്ന് ട്രെയിലറിൽ കണ്ടത് വെച്ച് തന്നെ, പ്രത്യേകിച്ച് ഒരു അസ്ത്രവിദ്യ നടത്തുന്നു, അതിനിടയിൽ വേറെ കുറച്ച് ആക്ഷൻ സീക്വൻസുകളൊക്കെ ചെയ്യുന്നു. അപ്പം ഇതിൽ ആക്ഷൻ സീക്വൻസുകൾ കൂടുതൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം ഉണ്ട്. പക്ഷെ അതൊക്കെ ഭയങ്കര എന്താ പറയാ, നമ്മൾ മറ്റേ അൺറിയലിസ്റ്റിക് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള നല്ല കൊറിയോഗ്രാഫിയാണ് മൊത്തം ഈ ഫൈറ്റ് സീക്വൻസിൽ പോകുന്നത്. പിന്നെ അതിൻ്റെതായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അതിന് മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. പക്ഷെ ഈ ട്രെയിലർ എടുത്തു കഴിഞ്ഞാൽ, രുദ്രത്തിന്റെ ട്രെയിലർ പറയുന്നത് അതിനകത്ത് ആ ഒരു പ്രകൃതിയും മനുഷ്യനുമായിട്ടുള്ള ഒരു ബന്ധം മൊത്തം കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇടയ്ക്കൊരു പ്രകൃതിക്ഷോഭം പോലെ തന്നെ അതിനിടയിൽ വന്നു പോകുന്നുണ്ട്. ഇതൊക്കെ അതായത് ഈ ഒരു സിനിമയോടൊപ്പം തന്നെ ഇതൊക്കെ ചേർന്ന് വരുന്ന ഒരു സംഭവം തന്നെയാണ്. അതെ, ഇതില് ലൊക്കേഷനും വലിയ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ആ സ്റ്റോറിയുടെ ഇന്റഗ്രൽ പാർട്ടാണ്. സോ എവിടെ ഈ ക്യാരക്ടർ ജീവിക്കുന്നത്, എവിടെ ഇവർ ആക്ച്വലി where they are living is a very important part of this film. Without that place, I think the film wouldn't happen. Because if it happens in some city, the story would be entirely different. Yes. Because it's a absolutely isolated land which is beautiful in nature. The story happens there. Okay.